പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പാതി നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിനാണ് പ്രാധാന്യം, നമ്മുടെ ഹൃദയ പരിവർത്തനത്തിനാണ് പ്രാധാന്യം. അനുഷ്ഠാനങ്ങൾ അതൊക്കെ നല്ല തന്നെയാണെങ്കിൽ തന്നെയും ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഒക്കെ അത് വന്ന് ഭവിക്കേണ്ടത് ഹൃദയത്തിൻ്റെ മാറ്റത്തിനാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയ പരിവർത്തനത്തിന് എന്തുമാത്രം ഉതകി ഈ കാലഘട്ടം എന്നുള്ളത് ആത്മശോധന ചെയ്യുന്നതല്ല. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ നീങ്ങുമ്പോൾ പാപബോധവും അതുപോലെ പശ്ചാത്താപവും പാപം ഏറ്റുപറച്ചിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നോമ്പ് കാലത്ത് നമ്മുടെ ആളുകളെല്ലാം പാപസംഘത്തിന് വേദിയിൽ നിന്ന് അണയുന്നത് പതിവുള്ളതാണ്. പക്ഷേ അതൊരു ചടങ്ങായി പോകാതെ അതിനകത്തൂടെ നന്മ കൈവരുന്ന രീതിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവരാനും ദൈവഹിതത്തിന് സ്വയം വിധേയമാകുന്ന ഒരു അനുഭവം എന്ന് കഴിയുമ്പോൾ പിന്നെ ജീവിതം കുറേ കൂടി എളുപ്പമായി. നമ്മൾ ഒരുപാട് അസ്വസ്ഥതയുടെ നടുവിലൂടെ ജീവിതം വഴിമുട്ടി നിന്നുകൊണ്ട് എവിടെങ്ങോട്ടല്ല ചെന്ന് പോകുന്ന അഡിക്ഷനായിട്ട് ലഹരിയിലേക്ക് മാത്രമൊന്നുമില്ല, കൊലയും കൊലപാതകത്തിലേക്ക്. ഇന്നലെയും നടന്നില്ലേ ഭർത്താക്കന്മാർ, ഭാര്യയെ കൊന്നിട്ട് ഭർത്താവും കൂടി കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത കേസ്. വലിയ പ്രായമുള്ളവരൊന്നുമല്ല, അറൗണ്ട് 40. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിന് ഇരുട്ട് കയറിയ പ്രതീക്ഷ ഇല്ലാണ്ട് വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ നോമ്പ് കാലത്തെ പ്രവേശിക്കുമ്പോൾ പ്രത്യാശയുടെ കിരണങ്ങൾ വീശത്ത രീതിയിൽ ഹൃദയത്തെ രൂപീകരിച്ചെടുക്കുമ്പോൾ ആ പ്രകാശം കണ്ടുകൊണ്ട് വേണം നമ്മോട് ഇടപെടുന്ന ആൾക്കാർക്ക് ജീവനിലേക്ക് കിടക്കാൻ. എന്താ സുവിശേഷത്തിന് ഇഫക്റ്റ് എന്ന് പറയും. സുവിശേഷം ഒരു ആശയമൊന്നുമല്ല, അത് ജീവനാണ്. നമ്മുടെ ഹൃദയത്തിൽ ജീവൻ പ്രവർത്തനതാകുമ്പോഴത്തേ നമ്മുടെ ജീവിതത്തിൽ അത് കത്തും. അത് കത്തി നിൽക്കുമ്പോൾ അതിന് പ്രകാശം പുറത്തേക്ക് കിടക്കും. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് കത്തുന്ന ബ്ലോക്കായിട്ട് നിൽക്കുന്ന പാപമാണ്. ആ പാപാവസ്ഥയെക്കുറിച്ച് അവബോധം ഉണ്ടാകും. പാപബോധം ഇല്ലാത്ത നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആ പാപാവസ്ഥയെക്കുറിച്ച് ബോധമുണ്ടായി കഴിയുമ്പോൾ നമ്മൾ താഴും. ദാവീദിനെ പോലെ അനുതാപത്തിൽ താഴ്ന്നു കഴിയുമ്പോഴത്തേക്ക് ആ താഴ്ന്ന ആ തലത്തിലേക്ക് ദൈവത്തിന് കൃപ ഒഴുകും. ആ കൃപ ഒഴുകി കഴിയുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സ് നേരെ ശാന്തമായി വരികയും നമ്മുടെ ഹൃദയം ഒന്ന് ആനന്ദിക്കുകയും നാം പുഞ്ചിരിക്കുകയും നമുക്ക് മറ്റുള്ളവർക്ക് നന്മ പറയാനായിട്ടും നന്മ പ്രേരിപ്പിക്കാനായിട്ടും ആളുകളെ ആശ്വസിപ്പിക്കാനായിട്ട് കരുത്തുണ്ടാകുന്നത്. അങ്ങനെയാണ്. ആശ്വാസം തേടി മനുഷ്യൻ നടക്കുകയല്ലേ. ആശ്വസിക്കപ്പെടാൻ ഒരിടയില്ലാഞ്ഞിട്ടല്ലേ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ആശ്വാസം തേടി നടക്കുന്നവർ എവിടെ നിന്ന് ആശ്വാസം കൊടുക്കുന്നത്? എല്ലാവരും അഗ്നിപർവ്വതം പറയുന്നില്ല, പുകഞ്ഞിരുന്നാൽ എങ്ങനെയാക്കുന്നത്? എല്ലാം പൊട്ടിത്തെറിക്കാൻ ഒരുമ്പെടുത്തുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു വിഷമം ചെന്ന് പറയാൻ ചെന്ന് കേൾക്കേണ്ട ആളുകൾ കേൾക്കാൻ മനസ്സില്ലാതെ കടിക്കാൻ വരുന്ന രീതിയിലായിരിക്കുന്നതെങ്കിലും ഇങ്ങനെയല്ലേ കുടുംബത്തിലെ അവസ്ഥയെങ്കിൽ അത് വളരെ വിഷമകരമായ കാര്യം. അതുകൊണ്ട് കുടുംബത്തിലെ ഒരാളെങ്കിലും മനസ്സ് കുറേ കൂടി മാറ്റിയെടുത്ത് മാനസാന്തരപ്പെട്ട് രൂപാന്തരീകരണം വന്ന് ഭവിക്കാമെങ്കിൽ അവിടെ ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോമ്പെന്ന് പറയുമ്പോൾ വെറും ചടങ്ങല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല, അത് ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് ദൈവസാന്നിധ്യം കടന്നു വരിക. അപ്പം നമുക്ക് ഇങ്ങനെ ചുറ്റുപാടുകൾ സഭ ക്രമീകരിച്ച് തന്നിരിക്കുക. നിൻ്റെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ യാത്രയിൽ, ഈ ഓട്ടത്തിൽ, ഈ തിരക്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പോകുന്നതിനിടയ്ക്ക് നിൻ്റെ മനസ്സ് എവിടെയാണ് മോനെ, നിൻ്റെ ഹൃദയം എവിടെയാണ് മോളെ, അത് നീ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ യഥാർത്ഥത്തിലുള്ള ട്രാക്കിലേക്ക് നിൻ്റെ ജീവിതം കൊണ്ടുവരാൻ. അത് ട്രാക്കിന് പുറത്താണോ, അത് പുറത്ത് പോയാൽ തിരിച്ചു കൊണ്ടുവരണോ, അത് വളയം കയ്യിൽ നിൻ്റെ തന്നെ ഉണ്ടോ, അതോ തെറിച്ചു പോയോ, ഇത് വഴുതുങ്ങ അപകടമാകുമോ, തലം കുത്തി വീഴുവോ, മറിയുമോ, ട്രാക്ക് തെറ്റി വരുമോ, അതോ അതേ ട്രാക്കിൽ തന്നെ വന്ന് ആ നോട്ടമില്ലാവുന്ന അടുത്ത തിരിച്ചു വന്ന് നമുക്ക് ഇടിക്കുമോ വണ്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അപഗ്രഥനമാണ് വാസ്തവത്തിൽ ഈ നോമ്പിൽ നമ്മൾ നടക്കേണ്ടത്. അപ്പോൾ അത് തനിച്ച് ചെയ്യേണ്ട കാര്യം. അതായത് മറ്റാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ നോമ്പ് കാലത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോയെന്നും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലൊക്കെ കുരിശിൻ്റെ വഴി നടത്തിയെന്നും അല്ല അതിന് മുമ്പ് കുരിശിൻ്റെ വഴി നടത്തിയെന്നും കുരിശിൻ്റെ വഴി നമുക്ക് കുരിശ് പിടിച്ചുകൊണ്ട് നടന്നെന്നും ഒക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നടന്നു ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഹൃദയത്തിൻ്റെ ഭാവത്തിനാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് നമ്മളീ കാണുന്ന അനുഷ്ഠാനങ്ങൾ സഭ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് ആത്യന്തികമായി ആത്മാവിൽ ദൈവാത്മാവ് കടന്നു വരാനും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇരുട്ട് മാറാനും വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ വായനകളിലേക്ക് കടന്നു വരുമ്പം 4 വായനകൾ പ്രധാനമായിട്ടും ആദ്യത്തെ കായേന, മനസ്താപമില്ലാത്ത, കുറ്റബോധമില്ലാത്ത മനുഷ്യൻ, ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് ഉത്തരവാദിത്വമില്ലാത്തയാൾ, ആ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ശിക്ഷിക്കപ്പെട്ടു പോയിട്ടും അനുദപിക്കാത്തൊരു മനുഷ്യൻ, അതാണ് കായേന. അതൊരു പ്രതീകമാണ്. നമ്മൾ പലപ്പോഴും ഓർക്കണം, വേദഗ്രന്ഥത്തിലെ ഇതുപോലുള്ള പേഴ്സണാലിറ്റി എടുത്ത് വയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ടൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അതൊരു പ്രതീകമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് കായൻ്റെ കാലഘട്ടങ്ങളിൽ, അന്നത്തെ കാലത്തുകളിലെ പിള്ളേർ ചിലപ്പം ചോദിക്കുമല്ലോ, അച്ഛാ ഒരു സംശയം, ആദവും ഹവ്വായും പിന്നെ അവർ അതിനുശേഷം കായനും ആബേലും ഉണ്ടായി, അതിനുശേഷം ആബേലിനെ കായൻ കൊന്നു, പിന്നെ എവിടുന്ന് കായൻ കല്യാണം കഴിച്ച് കായനോട് മക്കളുണ്ടായ ചോദ്യത്തിലാണ് മനസ്സിലാക്കേണ്ട വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രൂപീകരണത്തിനെക്കുറിച്ച് അവബോധമോ
പഠനമോ ഇല്ലാത്തതുകൊണ്ടാകുന്ന പ്രത്യേകതയായിരുന്നു. വിശുദ്ധ എന്തെങ്കിലും ചരിത്രം പഠിപ്പിക്കുന്നതല്ല, ക്രോണോളജി അനുസരിച്ച് ക്രിയേഷൻ പറയുന്നതുമല്ല, കൃത്യം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതുമല്ല. ശാപത്തിൻ്റെ പ്രാധാന്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗീതമാണ്. ദൈവമാണ് സൃഷ്ടിയുടെ ഉടമ, തമ്പുരാൻ സൃഷ്ടിച്ചതാണിത്. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ പറയുക പ്രകാശം ഉണ്ടായതിന് ശേഷം 3 ദിവസം കഴിഞ്ഞാൽ സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്തെ സന്ദേശം, അതായത് ഒരു കാര്യത്തിൻ്റെ എങ്ങനെയാണ് ആ കാര്യം എന്ന് പഠിപ്പിക്കുന്നതല്ല, എന്തുകൊണ്ടാണെന്ന് പഠിപ്പിക്കുന്നത്. ദ ഹൗ ഓഫ് ദ തിങ്സ് അല്ല പഠിപ്പിക്കുക, അത് ശാസ്ത്രത്തിൻ്റെ ചുമതലയാണ്. ദ വൈ ഓഫ് ദ തിങ് അതാണ് വേദവസ്ത്രം പഠിപ്പിക്കും. എന്തുകൊണ്ടെന്നുള്ളതാണ്. ഹൗ ഓഫ് ദ തിങ് നീ കണ്ടുപിടിക്കണം, അതാണ് ശാസ്ത്രം. ശാസ്ത്ര ഗവേഷണം എന്തേലും പുരോഗമിച്ചാലും അത് ബൈബിളിനെതിരാവില്ല. എന്തേലും പുരോഗമിച്ചാലും എതിരാകില്ല. മനുഷ്യൻ വിചാരിക്കുക പരിണാമ സിദ്ധാന്തം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിനെതിരാകില്ല. ബൈബിളിൽ കൃത്യമായിട്ട് ആദിയിൽ വചനമുണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യം ദൈവം ആകാശവും സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആദ്യം ക്രോണോളജിക്കലായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ലാതെ ഇതിനെല്ലാം സൃഷ്ടാവ് കർത്താവാകുന്നു എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അന്നുണ്ടായ ആളുകളുടെ ധാരണയ്ക്ക് വിരുദ്ധമായി കാണുന്നതിനെല്ലാം ദൈവമാക്കി ആകാശത്തെയും ഭൂമിയെയും അതുപോലെ മൃഗങ്ങളെയും അതുപോലെ അഗ്നിയെയും ഒക്കെ, അല്ലെങ്കിൽ സൂര്യനെയും അതുപോലെ ചന്ദ്രനെയും ഗ്രഹങ്ങളെല്ലാം ദൈവമാക്കി ആരാധിച്ചിരുന്ന ഘട്ടങ്ങളിൽ ഇതുങ്ങളൊന്നും ദൈവങ്ങളല്ലെന്ന്, ഇതൊക്കെ സൃഷ്ടിയാണെന്ന്, അത് നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന്, നീയാണ് സൃഷ്ടിയുടെ മകുടമെന്ന്, മനുഷ്യ നീയാകുന്നു സൃഷ്ടിയുടെ മകുടം, അതുകൊണ്ട് നീ പേരിൽ വിളിക്കെല്ലാത്തും പറഞ്ഞ് അധികാരം കൊടുത്തുകൊണ്ട് അത് മഹനീയമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് അധികം കിടക്കാൻ നമുക്ക് സമയമില്ല. കായേൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുക. കായേൻ പറഞ്ഞ കാണുന്നവരെല്ലാം എന്നെ പരിഹസിക്കുന്നു പറഞ്ഞാൽ ആരെ കാണുന്നവരും, അതിൻ്റെ അർത്ഥം ക്ലിയറല്ലേ? അവിടെ ആളുകൾ വേറെ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊരു പ്രതീകമാണ്, ആ വിധത്തിൽ നമ്മൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കായേൻ്റെ അതുപോലെ തന്നെ പിന്നെ ദാവീദിനെ വാസ്തവത്തിൽ ദാവീദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സാവൂൾ ഇറങ്ങി തിരിയും. ഭയങ്കരമായ അതിഭയങ്കരമായ ജലസി അസൂയ അങ്ങ് മൂത്തിട്ട് ദുരാത്മാവിൻ്റെ മൂർത്തനത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇവൻ ജീവിച്ചിരുന്ന എൻ്റെ മകന് രാജാവാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആനെ ഇറങ്ങുമ്പോൾ ഇറങ്ങി തിരിച്ചു, ഭയങ്കര പട്ടാളത്തിൻ്റെ അകമ്പടി ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ക്ഷീണിച്ച് ഒരു ഗുഹയ്ക്കുള്ളിൽ പോയി ഇന്നലെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് പിന്നെ ഇപ്പോൾ പോയിട്ട് മാറി ക്ഷീണിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങി. ആ ഗുഹയ്ക്കുള്ളിൽ തന്നെ ദാവീദ് അനുചരന്മാരുണ്ടായിരുന്നു. അനുചരന്മാരുടനെ പറഞ്ഞു, ഒറ്റ വെട്ടിയാൽ മതി, ഇപ്പം നീ ഉടനെ രാജാവാകുമെന്ന് പറയും. നോ, കർത്താവിൻ്റെ അഭിഷേകത്തിനെ തൊടാൻ ഞാൻ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പുറംകുപ്പായത്തിൽ ഒളിമ്പിൽ നിന്ന് ഭാഗം കട്ട് ചെയ്തെടുത്തുകൊണ്ട് അത് ഇറങ്ങി പതുക്കെ സാവധാനത്തിൽ കണ്ണും തുറന്ന് വന്നപ്പോൾ സ്ഥലത്തിനുണ്ടായിരുന്ന ആ കുന്തവും ആ കൂജിയൊക്കെ എടുത്ത് മാറ്റി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ രാജാവ് കൈവിട്ട് വിളിച്ചു. എന്നിട്ട് ഇതെടുത്ത് കാണിച്ചു, എൻ്റെ വസ്ത്രത്തിൻ്റെ ഇതായി എനിക്ക് വേണമെങ്കിൽ വധിക്കാമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എന്നെ മനസ്സിലാക്കാം, നിഷ്കളങ്ക സ്നേഹം എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അപ്പോൾ അവിടെ വെച്ചൊന്ന് മാനസാന്തരപ്പെട്ടു രാജാവെങ്കിലും പിന്നീട് ദുരാത്മാവ് പിന്നീടും കാര്യം നമുക്കറിയാം. അങ്ങനെ ഒരു ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആ സംഭവം, അതായത് ഇതുപോലെ ഉപദ്രവിച്ചിട്ട് ഭിത്തിയുടെ നേരെ തന്നെ കുന്തെറിഞ്ഞുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ച രാജാവ് തന്നെ ഏതെങ്കിലും തരത്തിൽ വിരുന്നൊരുക്കിയിട്ട് ആ വിരുന്നിൽ പങ്കെടുത്ത് വന്നാൽ വധിക്കുമെന്ന് നിശ്ചയിച്ച വേണ്ടി ജോനാഥൻ വഴിയായിട്ട് രക്ഷപ്പെട്ട ആ ദാവീദ്, ഇതിന് തൻ്റെ പുറകെ എപ്പോഴും നടക്കുന്ന കൊല്ലാൻ നടക്കുന്ന ആ ദാവീദ് ആ രാജാവിൻ്റെ അടുത്ത് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു എന്നുള്ളത് നമുക്കൊണ്ട് പറ്റുമോ? താൻ ക്ഷമിക്കുന്ന സ്നേഹം. അനുചരന്മാർ പറഞ്ഞു, നീ കൃത്യം ഇപ്പം നിനക്ക്, അതായത് നിൻ്റെ ശത്രുവിൻ്റെ കയ്യിൽ ദൈവം കൊണ്ട് തന്നിരിക്കണം, നിന്നെ ഇപ്പം വേണമെങ്കിൽ നിനക്ക് രാജാവെന്ന് പറയാൻ വേണ്ട, ഇത് കർത്താവിൻ്റെ അഭിഷിക്തനാണ്, അത് കർത്താവ് വേണ്ടോളും, പ്രതികാരം എൻ്റേതല്ല ദൈവത്തിൻ്റെ എന്ന് പറയുന്ന മനോഹരമായ ഭാഗമാണ് രണ്ടാമത്തെ വായനയിൽ വരുന്നതെങ്കിൽ ഇതെല്ലാം നിൻ്റെ അവസ്ഥ ഏറ്റു പറയുന്ന പ്രശ്നം പഠിപ്പിക്കുന്ന കാര്യമാണ്. നീ പാപം ഉള്ളിൽ ഒതുക്കി വെക്കരുത്. ഒന്നാമത്തെ പറയാം, ഏറ്റു പറയണം. ഏറ്റുപറച്ചിലെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നീ പാപിയാണെന്ന് സ്വയം അംഗീകരിക്കുന്നതാണ്. ഏറ്റു പറയാതിരിക്കുമ്പോൾ ഞാനെന്തോ ആണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. ഏറ്റു പറയണമെന്ന് പറയാം, കുമ്പസാരം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ല നമ്മുടെ ഇല്ലായ്മ ഏറ്റു പറയുന്ന ഏശയ്യാ പ്രവാചകൻ ഏറ്റു പറഞ്ഞില്ലേ, അയ്യോ ഞാൻ നിൽക്കുന്ന സ്ഥലം അശുദ്ധമാകുന്നു, ഞാൻ അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുകയും ചെയ്യുന്നു, എങ്കിലും ബലവാൻ രാജാവുമായ എൻ്റെ കർത്താവിനെ ഞാൻ നേരിൽ കണ്ടു, എൻ്റെ കർത്താവിനെ അഭിമുഖമായി കണ്ട ഈ സ്ഥലം എത്ര ഭീതിജനകം, ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, എൻ്റെ കർത്താവെ എന്നിൽ കനിയണമെന്ന്. അതാണ് ഏറ്റുപറച്ചിൽ. എന്നെ കനിയൊന്ന് ഏറ്റുപറച്ചപ്പോഴാണ് മാലാഖ കുടിൽ കൊണ്ട് തീക്കട്ടേറുന്ന നാവെ സ്പർശിച്ചു, വിശുദ്ധാത്മാവ് കടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, ശുദ്ധീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഏറ്റുപറച്ചിലാണ് മൂന്നാമത്. നാലാമത്തെ കൊണ്ട് പാപിനെ ഈശോയുടെ മുമ്പിൽ കൊണ്ട് വലിച്ചിറങ്ങിയിട്ട് കർത്താവ് ഒലിവുമലയിൽ നിറങ്ങി വന്ന് നേരെ ദേവാലയത്തിലേക്ക് വന്നു. ദേവാലയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ ഓടിക്കൂടി. അപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് നിയമജ്ഞനും പ്രീച്ചന്മാർ ഇവനെ എവിടെയാണ് വീഴ്ചയെന്ന് നോക്കി നടക്കുമ്പോഴാണ് വ്യഭിചാരിണിയെ പഠിപ്പിച്ചുകൊണ്ട് വന്നിരിക്കും. വ്യഭിചാരിണിയെ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് നാളെ നിയമമനുസരിച്ച് വ്യഭിചാരിണി കല്ലെറിഞ്ഞ് കൊല്ലണം. വാസ്തവത്തിൽ എന്തൊരു മണ്ട നിയമമാണ്. വ്യഭിചാരം അവൾ തനിച്ചാണോ ചെയ്യുന്നത്? വ്യഭിചാരം ചെയ്തതിനെവിടെയാണ്? കർത്താവ് കൊണ്ടുപോയിട്ടുണ്ട്. അവസാനം നമുക്കറിയാൻ സംഭവിച്ചു തോന്നുന്നത്. കർത്താവ് അവസാനം എന്താ പറയുന്നത്? നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കല്ലിട്ടേച്ച് പോയി.
നിന്നെ ആരും എറിഞ്ഞില്ല, വിധിച്ചില്ല, ഇല്ല ഞാനും വിധിക്കുന്നില്ല, മേലിൽ പാവം ചെയ്തത് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് ഇതാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ കടന്നു ചെയ്യാത്ത സമയം ഡീറ്റെയിൽ ആയിട്ട് ഒതുങ്ങി കളഞ്ഞ സമയം കളയുന്ന കാര്യമൊന്നുമില്ല, അറിയാവുന്ന ഭാഗം തന്നെയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിന് ഈ നോമ്പിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള മനോഹരമായൊരു വചനഭാഗം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അതായത് കാണുന്നവരെല്ലാം എന്നെ പരിഹസിക്കും എന്ന് പറഞ്ഞ് ഇല്ലില്ല നിന്നെ പരിഹസിക്കില്ല, എൻ്റെ 7 ഇരട്ടി പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പാപിയെ സംരക്ഷിക്കാൻ ദൈവത്തെ കാണാൻ പറ്റും. അതുകൊണ്ട് അവനെന്ത് ചെയ്തു, അവരാരും നശിപ്പിക്കാൻ അവനൊരു അടയാളം ദൈവം കൊടുക്കാം. ആ കാലഘട്ടങ്ങളിലൊക്കെ ചില വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ നെറ്റിയിലൊരു അടയാളം, ബെഡുവിൻ എന്ന് പറയുന്ന വംശാവലിയുണ്ട്, ഇപ്പോഴുണ്ട്, അവർ നെറ്റിയിലിങ്ങനെ അടയാളമാണ്. അപ്പോൾ കേന്യ എന്ന വിഭാഗത്തിൻ്റെ അടയാളം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഇനി ആരും ഉപദ്രവിക്കില്ല, കാരണം അതിൻ്റെ ഒരു അടയാളം നൽകിയിരുന്നു, ഒരു അടയാളം കൊടുത്തു. ഖായ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക എന്നുള്ള പദത്തിൽ നിന്നാണ് വരുന്നത്. ഖാന എന്ന് പറയുന്ന വാക്ക് സമ്പാദിക്കുക, അവൻ്റെ സ്വഭാവം എന്നതായിരുന്നു സമ്പാദിക്കണം, കൂട്ടി സമ്പാദിക്കണം, കൂട്ടി വയ്ക്കണം. അവൻ കർഷകനാണ്, അവന് സമ്പാദിക്കണം എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ വരാമല്ലോ. മനുഷ്യനെ കൂടാതെ സമ്പാദിച്ചിട്ട് എന്ത് കാര്യമായിരിക്കും? ഈ സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ട് അവസാനം എന്ത് ചെയ്യാൻ പോവുക? അപ്പോൾ അതുകൊണ്ട് ഈ കായൻ്റെ പ്രതിരൂപം എന്ന് പറയുന്നത് ഒത്തിരി അർത്ഥമുള്ളതാണ്. സമ്പാദിച്ച് കഴിഞ്ഞിട്ട് അവസാനം വെടി തീരുമ്പോഴോ നീ ഉണ്ടാക്കി സമ്പത്തൊക്കെ ആർക്ക് വേണ്ടി? കർത്താവ് വ്യക്തമായിട്ട് ചോദിച്ചില്ല, വിധിയായ മനുഷ്യൻ ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കാൻ നീ ഉണ്ടാക്കി സമ്പത്ത് ആർക്ക് വേണ്ടി ചോദ്യമുണ്ടല്ലോ. ഇതൊക്കെ ഈ നോമ്പുകാലത്ത് ചിന്തിക്കേണ്ടതാണ്. ആ നോമ്പുകാലത്ത് നമ്മുടെ മനസ്സിൽ അല്പമെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ ഒച്ചിരി അനുകമ്പ ഈ പാവങ്ങളോട് വേണമെന്ന്, അല്പം കരുണ വേണമെന്ന്. എത്ര പാവങ്ങളാണ് നിലവിളിക്കുന്നത് നമ്മുടെ വൈദികരുടെ അടുത്ത്. ഇന്നലെയും ഉണ്ടായി നിലവിളി, ഒരു കൊച്ചിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിന് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല, അപ്പൻ അഡ്മിറ്റാണ്, ICUവിലാണ്, അമ്മയ്ക്ക് യാതൊരു യാത്രയും കഴിയാൻ ജീവിക്കുന്ന കൊച്ചിന് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാക്കുന്ന അതിനെ ഇറക്കി വിടച്ചാന്ന് നമ്മൾ നിലവിളിക്കുന്നു. ഇങ്ങനെയുള്ള എന്തുമാത്രം നിലവിളികളാണ് നമുക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾക്ക് നമ്മൾ പ്രതിനിധി പറയാനും പ്രതികരിക്കാനും പറ്റും. ആണെങ്കിൽ ദൈവം നമ്മളിൽ പ്രതികരിക്കുകയും ചെയ്യും. മനസ്സ് വരണ്ടേ? അപ്പം അതുകൊണ്ട് വളരെ ഗൗരവമായി എതിരെ എണീറ്റ് കായൻ അവനെ എണീറ്റ് എന്ന് പറയാൻ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തീരുമാനിച്ച് കൊന്നു എന്നതിൻ്റെ അർത്ഥം. വെറും കൊലപാതകമല്ല, വെറും വൈകാരികമല്ല, പെട്ടെന്ന് അരിശം വന്നതല്ല, വയലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. എന്തിനാ അറിയാം? സാക്ഷികളുണ്ടാകരുത്, വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. വയലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി അവനെ കൊന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരുപാട് സംഗതിയും നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായിട്ട് ചെയ്താൽ ആരും പിടിക്കില്ലെന്നതാണ് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്കറിയാൻ പാടില്ല. കേരളത്തിൽ പോലും എന്ത് തെറ്റ് ചെയ്താലും എന്ത് കൊലപാതകം നടത്തിയാൽ കേരള പോലീസ് പിടിക്കും. അറിയാൻ പാടില്ലാത്ത കാര്യമാണോ? എന്നിട്ട് എന്തിന് പിന്നെ വിളിച്ചു പോകുന്നു? വലിയ വിദ്യാഭ്യാസം പറഞ്ഞ ആൾക്കാർ എന്തൊരു സംഗതിയാണ്. വണ്ടി ഇടിച്ച് വന്നതിന് ശേഷം വണ്ടി വിട്ട് പോയിട്ട് പിന്നെ പോലീസിന് പിടിയെ കൊടുക്കാതെ പോയി റിസോർട്ടിൽ പോയി വിളിച്ച് താമസിക്കാം. ഇതൊരു വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. എന്ത് സംസ്കാരവാദം, എന്ത് കുടുംബവാദം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന തെറ്റെന്തായാലും ശരി അത് ഏറ്റു പറയാൻ സന്നദ്ധമാകണം. അത് പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു പോകുന്നതല്ല, അത് ഏറ്റു പറയാം. അതിന് വരുന്ന പരായികൾ നാം ചെയ്ത ഭാഗത്തുള്ള വീഴ്ച വന്നതെങ്കിൽ വരുന്ന പരായികൾ വരുന്നിടത്ത് സ്വീകരിക്കാൻ തയ്യാറാകണം. ഇയാൾ അതിന് തയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ട് നിഷ്കളങ്ക രക്തം. അതുകൊണ്ട് സഹോദരി ഇവിടെ അപ്പന് അമ്മയും കൂടി ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു, മകനോ സഹോദരനെതിരായിട്ട് പ്രവർത്തിച്ചു. അപ്പനോട് ചോദിച്ചു നീ എവിടാന്ന് ചോദിച്ചു. അവനോട് ചോദിച്ചു നിൻ്റെ സഹോദരൻ എവിടാന്ന് ചോദിച്ചു. നമുക്ക് ചോദ്യങ്ങൾ പോക്കണ്ടില്ലേ? പാപം വളരുന്നതാണ്. അപ്പനെ ദൈവം ചീട്ടിച്ചു, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും. മകനെ ചീട്ടിച്ച് എങ്ങനെ? ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അതുകൊണ്ട് ഗൗരവമായിപ്പോയി, അതിഗൗരവമായിപ്പോയി. അപ്പോൾ സഹോദരൻ എൻ്റെ കാവൽക്കാരനാണോ എന്ന് തിരിച്ചു ചോദിക്കാം. ഉത്തരവാദിത്വം മറുചോദ്യം കൊണ്ട് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്ന രീതി നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് പാപം എന്ന് പറയുന്ന സംഗതി നമ്മുടെ പശ്ചാത്തലത്തിൽ പതിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ബലിയർപ്പണ പശ്ചാത്തലത്തിലാണ് ഈ പാപം കിടന്നു വരുന്ന കാര്യം കൂടി ഓർക്കണം. ബലിയർപ്പണത്തിന് പശ്ചാത്തലത്തിൽ രണ്ടുപേരും ബലിയർപ്പിക്കാൻ പോയതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കുർബാന ഒപ്പിക്കാനായിട്ടൊക്കെ വരിക. ബലിയർപ്പണ പശ്ചാത്തലത്തിൽ ഹൃദയം എവിടെയാണ്? കർത്താ ചുമ്മാ പറഞ്ഞതാണോ? നീ ബലിവസ്തു കൊണ്ട് വരുമ്പോൾ നിന്നോട് ആരെങ്കിലും വിരോധം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ബലിവസ്തു താഴെ വെച്ചിട്ട് അവിടെ ചെന്ന് പെട്ടു വന്നു ബലിയർപ്പിക്കാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. അത് ഇവിടെയാണ്. ബലിയർപ്പണ പശ്ചാത്തലത്തിലാണ് കായൻ ആബേലിനെ കൊല്ലുന്നത്. അവന് അസൂയ പൂണ്ടു, കാരണം ആബേലിൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടതായിട്ട് അവന് തോന്നി, മറ്റൊന്ന് തള്ളിക്കളയപ്പെടുകയും ചെയ്തു. ഉചിതമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിൻ്റെ ബലിയും സ്വീകരിക്കുമായിരുന്നില്ല എന്ന ചോദ്യം അവിടെ ഉണ്ടാകുന്നു. അതായത് നീ ഉചിതമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിനക്ക് നിൻ്റെ സ്വാർത്ഥത മാത്രമാണ് മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ അസൂയ, വിദ്വേഷം അതിന് അവസാനമില്ലാത്ത പോക്കാണെന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട്
മതാനുഷ്ഠാനങ്ങൾ മാത്രം നിർവഹിച്ചതുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താം എന്ന് നമ്മളാരും കരുതരുത്. സഹോദരനെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള മതാനുഷ്ഠാനങ്ങൾ ഒരിക്കലും സഭയെ വിശപ്പോകില്ല. ആരും ഓർത്തു നോക്കുകയും നമ്മൾ ഈ കാണുന്ന സംഗതി എന്ത് അനുഷ്ഠാനമാണ്? ഈ ഇസ്രായേലിൽ നടക്കുന്ന ഗാസയിൽ നടക്കുന്നതാണ്. ഈ ഹമാസിൻ്റെ ആൾക്കാരാക്കി എന്താ ചെയ്യും? സത്യം ആലോചിച്ച് നോക്കുകയും ആ ഭീകര മരിപ്പ് എന്താ ചെയ്തുകൊണ്ടിരിക്കും? എവിടെയെങ്കിലും ഒരു മാനസാന്തരം മാറ്റമുണ്ടോ? ഇവിടെ രമ്യപ്പെടുള്ള മനസ്സുവല്ലതും ഉണ്ടോ? എന്നിട്ട് അവിടെ ഹമാസിൻ്റെ തന്നെ വലിയ നേതാവിൻ്റെ സ്വന്തം മകള് കർത്താവിനെ കണ്ടുപിട്ടിയ സഭ നമ്മൾ സംഭവിക്കുക. ഇതിങ്ങനെ സംഭവിക്കുന്നത് അവിടെയെങ്കിലും വേദവസ്ഥ ഇല്ല, അവിടെയൊന്നും ഇല്ല, അവിടെയൊന്നും പള്ളിയില്ല. അവളിപ്പം കുഞ്ഞുനാൾ വരെ പഠിപ്പിച്ച് വെച്ച് അവൾ തന്നെ എന്നെ പഠിപ്പിച്ച് വെച്ച് കൊല്ലണം എന്ന് പഠിപ്പിച്ച് വെച്ചിരിക്കും. എല്ലാം വെറുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ യേശുവിനെക്കുറിച്ച് കേട്ട് ഞാൻ പിന്നെ തുറന്നു നോക്കി അപ്പം കണ്ട് ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കണ്ട്. ഞാൻ മനസ്സാന്തരപ്പെട്ടെന്ന് പറയുമ്പം എൻ്റെ ഭാവി എന്നാന്ന് അറിയാൻ പാടില്ല, കൊന്നുകളയെന്ന് അറിയാൻ പാടില്ല എന്നൊന്ന് ധീരമായിട്ട് പറയുന്നത് കേട്ടില്ലേ? എവിടെ നിന്നാണ് ഇതുണ്ടാകുന്നത്? കർത്താവ് പ്രത്യക്ഷപ്പെട്ട പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടാൻ സംശയമൊന്നുമില്ല. അല്ലാതെ തന്നെ വേണമെങ്കിലും സൈബർ യുഗത്തിൽ എവിടെയെങ്കിലും ടോക്ക് കേൾക്കാമല്ലോ, ഈ കാണുന്ന കാര്യങ്ങൾ കേൾക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ എങ്ങനെയായാലും ശരി, കർത്താവിൻ്റെ കടന്നു ചെല്ലലെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിൻ്റെ ഭിത്തികളെ തകർത്തിട്ട് അകത്ത് കയറി നമ്മുടെ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് ശുദ്ധിയാക്കുന്ന ഇടം. അതുകൊണ്ട് അനീതി എന്ന് പറയുന്നത് നിർവഹിച്ചുകൊണ്ട് അതുകൊണ്ട് കർത്താവ് വിചാരണ നടത്തിക്കൊണ്ടാണ് ശിക്ഷിക്കുന്നത്, അല്ലെ ചുമ്മാ ശിക്ഷിക്കുകയല്ലേ ഇത്. നീ എന്താ നിൻ്റെ സഹോദരൻ ചെയ്യുന്നത് ചോദിച്ചിട്ട് അതിന് ഉത്തരം പേർക്കുള്ള ശേഷമാണ് കർത്താവ് ശിക്ഷിക്കുന്നത്, അല്ല വിചാരണ ഇല്ലാതെ ശിക്ഷിക്കുകയല്ല. അപ്പോൾ അതൊന്ന് ആ ശിക്ഷ നീ എവിടെയാണ് എന്നിട്ടെല്ലാം ഉത്തരവാദിത്വം കാത്തു സൂക്ഷിക്കാനേ. അതുകൊണ്ട് എന്നേടാണ് ഇതിനെല്ലാം പരിഹാരം. അബ്രഹാം ലോത്തിനോട് ചെയ്യുന്നത് കണ്ടില്ലേ? രണ്ടുപേരില്ലേ, സഹോദരപുത്രനല്ലേ, കണ്ടില്ലേ? അത് ഇടഞ്ഞു നിൽക്കുന്ന ലോത്തിനോട് അബ്രഹാം എന്നാ പറയുന്നത്? നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ, നീ ഇടത്തോട്ടാ പോയി ഞാൻ വലത്തോട്ട് പൊക്കണം, നീ കിടക്കോട്ടാ പോയി ഞാൻ പണിയാറോട്ട് പൊക്കണം. അതാണ് ഹൃദയത്തിന് ന്യായം. അതുകൊണ്ട് ജോസഫ് തൻ്റെ സഹോദരനോട് എങ്ങനെ പെരുമാറിയേ? ജോസഫ് ഈ സഹോദരന്മാർ മുഴുവൻ കൂടി ജോസഫിനെ പൊട്ടക്കിലോട്ട് തട്ടിയിട്ട് കൊന്ന്, അല്ലെങ്കിൽ അവൻ ചത്തുപോയെന്ന് അപ്പം റിപ്പോർട്ട് ചെയ്തിട്ട് അവസാനം ആ ജോസഫിൻ്റെ അടുത്ത് ഈ സഹോദരന്മാർ വന്നപ്പം അങ്ങനെ വഴിക്കുക എന്ന് പറയുക അല്ല ചെയ്തത്. ഇങ്ങനെ വഴിക്കുക എന്ന് പറയുകയല്ലേ ചെയ്തേ? അവിടെ മുറിക്കകത്ത് വേറെ പൊട്ടിക്കരയത് എൻ്റെ സഹോദരൻ, എൻ്റെ ഇളയ കൊച്ചാ വന്നിരിക്കാൻ പറഞ്ഞാൽ എൻ്റെ അനിയ വന്നിരിക്കാൻ പറഞ്ഞ് കെട്ടിപ്പിടിക്കുക ഞാൻ നിങ്ങളുടെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ രമ്യപ്പെടുന്ന മനോഹരമായ കാര്യം ആലോചിച്ച് നോക്കി. ആദ്യം നുണയാണ് പറഞ്ഞത്. ഇവിടെ കായൻ നുണ പറയുന്നത് ഇപ്പോൾ ഒരു പരിപാടിയാണ്. നുണ അതൊരു കലയായിട്ട് തീർന്നിരിക്കുക. അത് ഗീബൽസ് ആരംഭിച്ചതാണ്. ലെനിൻ്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഘട്ടങ്ങളാണ്. അതായത് 100 പ്രാവശ്യം നുണ പറഞ്ഞാൽ സത്യമായിട്ട് തീരുമാനം. എന്തേലും നുണകളാണ്. നമ്മൾ ഈ ചാനലെടുത്ത് ആലോചിച്ച് നോക്കി കണ്ടു കിട്ടിയ കുറേ കഴിയുമ്പോൾ മടുപ്പ് തോന്നിയില്ലേ? പച്ചയ്ക്ക് നുണ. എന്ത് തെറ്റ് ചെയ്തവനായിരിക്കത്തക്ക രീതിയിൽ ഇരുന്നുകൊണ്ട് നെഞ്ച് നിവർത്തി ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടാൽ തോന്നും എന്തൊരു കട്ടിയായ നുണകളായി പറഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വരുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും കേൾക്കണ്ടെന്ന് തോന്നിപ്പോലും കേൾക്കാതിരുന്ന നമ്മൾ ലോകത്ത് ജീവിക്കുന്ന ലോകത്ത് അങ്ങനെ അവബോധം വേണ്ടേ? എന്നാലും അതുപോലെ നുണ പറയും, എന്നിട്ട് കുറ്റം സമ്മതിക്കുന്നില്ല. ഒന്നും ഞാൻ സഹോദരൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടൊന്നും അതിന് മറുപടിയൊന്നും ഞാൻ കാവൽക്കാരനാണെന്ന് ചോദിക്കാം. അതുകൊണ്ട് അനുദപിക്കാത്ത പാപി നമ്മുടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്? ഇവിടെ പ്രധാനപ്പെട്ട സംഗതി കർത്താവ് ഇടപെട്ട് എന്തിനാ? ബലഹീനനാണ് ആബേൽ. ബലഹീനനെ പീഡിപ്പിച്ചാൽ ആ നിലവിളി വന്നാൽ ദൈവം വെറുതെ വിടുകയില്ല. അതേപോലെ പ്രതീകമാണെന്ന് പറഞ്ഞു, അത് എല്ലാത്തിനും അപ്ലിക്കബിളാണ്. ബലഹീനരെ പീഡിപ്പിച്ചാൽ കർത്താവ് നിശ്ചയമായിട്ടും ചോദിക്കും, അത് വിധിയുണ്ടാകും. അപ്പം നിലവിളിക്കുന്ന രക്തം എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരൻ്റെ രക്തം അമ്മയുടെ സ്ഥാനത്താണ് ഭൂമിയെ കാണുന്നത്. നിൻ്റെ സഹോദരൻ്റെ രക്തം വാവിളുന്ന ഭൂമിയിൽ, രക്തം കുടിക്കാൻ വാവിളുന്ന ഭൂമിയിൽ നിലവിളിക്കുന്നു എന്ന് പറയാം. രക്തം നിലവിളിക്കുമെന്ന് പറയുമ്പോൾ എന്ത് ഭയങ്കരമാണ്. അതുകൊണ്ട് അത് മറവ് ചെയ്യാനാവില്ലാത്ത രക്തം, ബോഡി മറവ് ചെയ്യാൻ, രക്തം മറവിയാൻ പാടില്ല. അതുകൊണ്ട് നിലവിളിക്കുന്നത് കേൾക്കുന്നത് കണ്ട് പല പ്രാവശ്യം വേദപുസ്തകം നിലവിളിയെക്കുറിച്ച് പറയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 16:18 ഭൂമി എൻ്റെ രക്തം മറച്ച് കളയാതിരിക്കട്ടെ, എൻ്റെ വിലാപം അവസാനിക്കാതിരിക്കട്ടെ. യോബ് തന്നെ പറയാം. യെസക്കിയ പറയുന്നു, അവൾ ചൊരിഞ്ഞ രക്തം അവളുടെ മധ്യത്തിൽ തന്നെയുണ്ട്. ഏതാ ആ നഗരം? ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞ് മധ്യത്തിൽ തന്നെയുണ്ട്. ഏശയ്യാ പറയുന്നു, തൻ്റെ മേൽ ചൊരിഞ്ഞ രക്തം ഭൂമിയിലെ ഭൂമിയിലെ ഇവരുടെ തിന്മകൾ മുഴുവൻ വെളിപ്പെടുത്തും. ആരാ പറയുന്ന? ഭൂവാസികളുടെ അകൃത്യത്തെക്കുറിച്ച് പറയാം. അതുകൊണ്ട് രക്തം എന്ന് പറയുന്നത് വളരെ നിലവിളിക്കുന്നു പറയുന്ന വാക്കിൻ്റെ ഉപയോഗിക്കുന്ന വാക്ക് ഹീബ്രു വാക്കാണ് സ അക്ക എന്നുള്ളതാണ് വാക്ക്. സ അക്ക എന്നതിൽ നിന്നാണ് സദേക്ക എന്ന് പറയുന്നത്. സദേക്ക എന്ന് പറയുന്ന നീതിയാണ്. അപ്പം നീതി നിർവഹിച്ച് കിട്ടുന്ന നിലവിളിയാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു എന്നല്ലേ?
മോശയുടെ ദൈവം പറയുന്നത് നിലവിളി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന രോദനം എൻ്റെ പക്കലെത്തും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് രോദനങ്ങൾ ഉയരുമെന്ന് ഓർക്കണം കേട്ടോ. നമ്മളൊരു പാവപ്പെട്ടവനെ ഉപദ്രവിച്ചാൽ, വിഷമിപ്പിച്ചാൽ അവന് പ്രതികരിക്കാൻ കഴിവില്ല, അവന് ബലമില്ല, അവന് പണമില്ല, അവന് ബന്ധുബലമില്ല, അവന് അധികാരമില്ല. അതുകൊണ്ട് അവൻ്റെ എന്തും ചെയ്യാമെന്ന് വിചാരിച്ചാലേ അപ്പുറം ഒരാൾ നിൽപ്പുണ്ട്, അവൻ്റെ ഉടയവനായ ദൈവം നിനക്കിട്ട് തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം ഓർക്കും. അപ്പം നീതിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു, ഫലമോ രക്തച്ചൊരിച്ചിൽ, നീതി നിഷേധിക്കപ്പെട്ടൊരു നിലവിളി യെശയ്യാ 5. അതായത് എൻ്റെ പ്രിയൻ്റെ മുന്തിരിത്തോപ്പെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് കത്ത് പിടിപ്പിക്കും, നല്ല ഫലം കാത്തിരുന്നു, നല്ല ഫലത്തിന് പകരം കിട്ടി എന്താ കാട്ടുമുന്തിരിപ്പഴം എന്ന് പറഞ്ഞാൽ എന്താ കൊലയും കൊലപാതകവും ഒക്കെ കാര്യം എന്ന് പറയുന്ന കാര്യം. അത് രക്തമാണ് ഞാൻ കണ്ടത്, രക്തച്ചൊരിച്ചിൽ. അതുകൊണ്ട് ദൈവം പ്രതികാരം ചെയ്യും. അതായത് ഇവിടെ അടുത്ത ബന്ധു, അവിടുത്തെ നിയമം അനുസരിച്ച് കൊന്നു കഴിഞ്ഞാൽ അടുത്ത ബന്ധു പ്രതികാരം ചെയ്യണം. ആ പ്രതികാരം ചെയ്യുന്ന ആൾ ഗോയൽ എന്നാണ് പറയുന്നത്. ഇവിടെ ആബേലിൻ്റെ ഗോയലായിട്ട് ദൈവം തന്നെ നിൽക്കുക. അപ്പോൾ അവിടെ ശിക്ഷ അവൻ്റെ മേൽ നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് സംരക്ഷണമില്ല, അതുകൊണ്ട് അലയാനായിട്ട് അവനെ വിട്ടു. അന്ന് പറഞ്ഞാൽ ഇവനെങ്ങനെ കൊലപാതകം ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ആരും സംരക്ഷിക്കില്ല, അലയാൻ വിട്ടു. പക്ഷേ അങ്ങനെയുള്ളവനെയും ഭ്രഷ്ട് കൽപ്പിച്ച് ഗോത്രത്തിന് പുറത്താക്കപ്പെട്ടവനെയും ആ കർത്താവ് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ദൈവത്തിന്, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. അത് കാണുന്നവരെല്ലാം എന്നെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിച്ചപ്പോഴേ ദൈവം അവന് അനുകമ്പയോടുകൂടി സംരക്ഷണം നൽകുന്നതാണ്. അതുകൊണ്ട് പാപിയുടെ മരണമല്ല ദൈവം ആഗ്രഹിക്കുന്ന, പാപിയുടെ മാനസാന്തരമാണ്. ഇത് നമ്മൾ പഠിപ്പിക്കേണ്ടല്ലേ ആൾക്കാർ. എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലെന്ന് ആരും പറയരുത്, എൻ്റെ ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്ന് ആരും പറയരുത്. എൻ്റെ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് എന്ന് തന്നെ പറയണം. അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടേത്. നമ്മൾ ഏതവസ്ഥയിലായാലും ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ ദൈവം നമ്മെ തള്ളിക്കളയില്ലെന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് നിന്നെ ആരും ഉപദ്രവിച്ച് ഞാൻ 7 ഇരട്ടി പ്രതികാരം ചെയ്യുമെന്ന് ദൈവം പറയുന്നു. അവന് അടയാളം കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോകുക. അതുകൊണ്ട് അവൻ ദാവീദ് അല്ല ആദാം അവിടെ നിന്ന് ദൈവം അങ്ങ് ഇറക്കി വിട്ടു. പക്ഷേ ഇതല്ല, ഇവൻ ദൈവത്തിൽ തന്നെ അങ്ങ് ഇറങ്ങിപ്പോവുക. എന്നിട്ട് അവൻ പറയുന്നത് നോദ് ദേശത്തേക്ക് പോയി എന്ന് പറയും. നോദ് എന്ന് പറയുന്നത് നാദ് എന്ന വാക്കിൽ നിന്നാണ്, ഒളിച്ചോടുന്നതിൻ്റെ അർത്ഥം. അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ അവൻ അസ്വസ്ഥനായിട്ട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് മർദ്ദകനായ ബലവാൻ, മർദ്ദിതനായ ദരിദ്രൻ, പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്വഭാവം, മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവം നമ്മുടെ വിടുതൽ നൽകുന്ന കർത്താവാണ്, വിമോചനം നൽകുന്ന കർത്താവാണ്. അതുകൊണ്ട് നാം ഒരിക്കലും സ്നേഹം കണ്ട് തമ്പുരാനിലേക്ക് അടുക്കണം. അതുകൊണ്ട് ഭീതി കൊണ്ടല്ല, ഭയം കൊണ്ടല്ല എടുക്കേണ്ടത്, സ്നേഹം കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കണം. ഈ ധ്യാനത്തിലെ മത്സരത്തിൽ, ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഈ ഒരു ചിന്ത ഒരു ഞായറാഴ്ച വന്നിരിക്കുന്നത്, ഏതെങ്കിലും ഒരു ഭാഗം നമ്മളെ സ്വാധീനിച്ചാൽ മതി. നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? കർത്താവിന് അകന്നാണ് എങ്കിൽ അടുത്തു വരണം. സഹോദരന് അകന്നാണ് എങ്കിൽ അനുരഞ്ജനപ്പെടണം. സഹോദരന് മാറി നിന്നുകൊണ്ട് നമ്മൾ രക്ഷ പ്രാപിക്കില്ല. വെറും വിദ്വേഷം കൊണ്ട് നടന്നാൽ ഒന്നും നേടില്ല. ആരോഗ്യം പോകുള്ളൂ. അറ്റാക്ക് വരുന്നുള്ള വേറെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ വെറും ഉദ്ദേശം എടുത്ത് മാറ്റിക്കുകയും നിൻ്റെ മനസ്സ് ഫ്രീ ആയി കഴിയുമ്പോൾ ആരോഗ്യം ഉണ്ടാകുകയും ചെയ്യും. രണ്ടാമത്തെ വായിലേക്ക് കടക്കുമ്പോഴേ ഞാൻ പറഞ്ഞ സാമുവേലിൻ്റെ പുസ്തകത്തിലെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ദാവീദിൻ്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ആ എൽഗേദായിലെ മരുഭൂമിയിൽ ഫിലിസ്ത്യരെ തുരത്തിന് ശേഷം മടങ്ങി വന്ന ദാവീദ് എൽഗേദായിലെ മരുഭൂമിയിലുണ്ടെന്നും സാവൂൾ കേട്ടു. ഉടനെ അവൻ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്ത 3000 പേരെ കൊണ്ട് ദാവീദിനെ അനുചരന്മാരെ അന്വേഷിച്ച് കാട്ടാടിൻ പാറക്കൂട്ടിലേക്ക് പോയി. അവൻ വഴിയരിയിലെങ്കിലും അവിടെയുള്ള ആലകളിലെത്തി അവിടെ ഒരു ഗുഹയിൽ പ്രവേശിച്ച് മലമൂത്ര വിസർജനം നടത്തി അവിടെ കടന്നു. അവിടെ വിശ്രമിച്ചു. അതേ ഗുഹയുടെ ഉള്ളം അറയിലായിരുന്നു ദാവീദും ഒളിച്ചിരുന്ന. ദാവീദിന് അനുയായികൾ പറഞ്ഞു, ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും, നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യാമെന്ന് കർത്താവ് പറഞ്ഞ ദിവസം ഇത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവനെ വധിക്കാനായിട്ടാണ് പറയുന്നത്. പറഞ്ഞുവല്ലോ, സംഗതി ഇങ്ങനെ തന്നെയാണ്. വളരെ കൃത്യമായിട്ട് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. ദാവീദ് എഴുന്നേറ്റ സാവൂളിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു. അവൻ അനുയായികളോട് പറഞ്ഞു, എൻ്റെ യജമാനെതിരെ കൈ ഉയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ, എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ അഭിഷിക്തനാണ്. ഇങ്ങനെ പറഞ്ഞ ദാവീദ് തൻ്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി. സാവൂളിനെ അവന് ആക്രമിക്കാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി സാവൂൾ തൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞ് വീണ്ടും വിളിച്ചു ബാക്കിയായി നമുക്കറിയാവുന്ന. എന്താ ഇതിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യം, ആരോടാണ് പ്രതികാര ചിന്തയായിട്ട് നമ്മൾ മനസ്സിലിരിക്കുന്നത്? ആരോടൊക്കെയാണ്? ഞാൻ സുപ്രീം കോടതി വരെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികാരം ചെയ്യാനിരിക്കും. വെറുതെ സുപ്രീം കോടതി വരെ പോയിട്ട് നിൻ്റെ പണം ചിലവഴിച്ച് ചെയ്ത് മണ്ടനായി തീരുകയുള്ളൂ. വഴിയിൽ വെച്ച് രമ്യപ്പെടുന്നതാണ് നിനക്ക് നല്ലത്.
അവന് വിദ്വേഷം കൊണ്ട് നടക്കുന്ന ഒരു പ്രയോജനം ഉണ്ടാവില്ലെന്ന കാര്യം. വെറുതെ നിൻ്റെ ഉള്ളിലേക്ക് വിദ്വേഷം ഒരു വിഷമായിട്ട് നിൻ്റെ ഞരമ്പിലൂടെ കടന്ന് നിൻ്റെ രക്തം മുഴുവൻ മലിനമായി നിനക്കൊരു രോഗം ഉണ്ടാകുന്നുള്ള യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്ന പാഠം ഇതാണ് ക്ഷമിക്കുന്ന സ്നേഹം. അപ്പോൾ ഒറ്റിക്കൊടുത്ത സീഫുകാരാണ് ദാവീദിനെ ഒറ്റിക്കൊടുത്തത്. പക്ഷേ അവരെ വെറുതെ ദാവീദ് വിടുകയാണ്. അപ്പോൾ പ്രതികാരമില്ല. അപ്പോൾ കർത്താവിൻ്റെ അഭിഷേകത്താൽ ചിന്തയുണ്ട്. മേലങ്കിയും കുന്തവും ഒക്കെ രാജ്യത്തിൻ്റെ അവകാശമാണ്. അതെടുത്ത് കർത്താവ് ഇവന് വേണ്ടി കൊടുത്തിരിക്കാം. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് വാസ്തവത്തിൽ സാവൂൾ ദാവീദിനെ സ്നേഹിച്ചായിരുന്നു. പിന്നെ എന്നാ പറ്റിയേ? ഇടയ്ക്ക് വെച്ച് ഈ ദുരാത്മാവ് കയറി അസൂയ. ഒരുപാട് നന്മയുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ അസൂയ കയറി എന്ത് ചെയ്യും? പ്രതീക്ഷിക്കാത്തുള്ളത് മനുഷ്യൻ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ അസൂയ ഉണ്ടാകേണ്ട എന്ത് കാര്യമായിരിക്കും? നമ്മുടെ അയൽപക്കത്തുള്ളവരെല്ലാം നമ്മുടെ സഹോദരന്മാർക്ക് നന്മ ഭവിക്കുന്നതിൽ നമ്മളെന്തിനും അസൂയപ്പെടുന്നത്? അത് സന്തോഷിക്കുകയല്ലേ വേണ്ടി? തിരിച്ചാൽ പലരും അത് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല. അവനെ എങ്കിലും താഴ്ത്തിക്കെട്ടാം. ഇത് രാഷ്ട്രീയം അല്ലല്ലോ. രാഷ്ട്രീയക്കാർ പിന്നെ അവർ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നന്മയുള്ളവനെയും കരുതിച്ച് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ലല്ലോ സാധാരണ ഇത് ജീവിതം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മൾ സാവൂളിൽ കാണും. നന്മയുള്ളിലുണ്ട്, പക്ഷേ ദുരാത്മാവ് കയറി സ്വാധീനിച്ചു കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഭാഗവും നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിക്കാൻ ക്ഷമിക്കുന്ന സ്നേഹമാണ്. നോമ്പ് കാലത്തെ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഓർത്ത് നോക്കുക. വെറുതെ എന്നവനെ രമ്യപ്പെടുന്നതായിരിക്കും നല്ലത്. മൂന്നാമത്തെ വായനയിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്. 1 യോഹന്നാൻ 1:5-10 വാക്യങ്ങളാണ്. പാപം ഏറ്റു പറയാനുള്ള കാര്യം, പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒന്ന് പ്രകാശത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. യോഹന്നാൻ പല ഡെഫിനിഷനും പറയുന്നുണ്ട്. ദൈവം സ്നേഹമാണ്, ദൈവം ജീവനാണ്, ഇവിടെ ദൈവം പ്രകാശമാണ്. ദൈവം പ്രകാശമാണ്. ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തുള്ള കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ വ്യാപരിക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. അപ്പം പ്രകാശമല്ലേ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രകാശത്തെ നമ്മൾ ഉള്ളിൽ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒളിച്ചു വെക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ. അപ്പോൾ പ്രകാശത്തിൽ സഞ്ചരിച്ചാൽ മുഖം കണ്ട ചിരിക്കും, കൂട്ടായ്മ ഉണ്ടാകും. എന്തിനാ ഒഴിഞ്ഞു മാറുന്നത്? ഉള്ളിൽ പ്രകാശമില്ലാഞ്ഞിട്ട്. ബന്ധം തകരുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ പ്രകാശമില്ലാഞ്ഞിട്ട്. പരസ്പരം കണ്ടുമുട്ടുന്ന അവസരത്തിൽ എന്തുകൊണ്ട് കൃത്യമായി സ്വീകരിക്കാൻ പറ്റാത്തത്? ചിരിക്കാൻ പറ്റാത്ത അകത്തുമില്ല മുൻവിധിയും വിരോധം ഉള്ളതുകൊണ്ട്. അവിടെ കൂട്ടായ്മയില്ലെന്ന് വളരെ കൃത്യമായി മനഃശാസ്ത്രപരമായുള്ള സത്യമല്ലേ അത്. കൂട്ടായ്മ ഉണ്ടാകുന്ന എങ്ങനെയാണ്? അകം ക്ലീൻ ആയിരിക്കുമ്പോഴേ കൂട്ടായ്മ വരികയുള്ളൂ. കൂട്ടായ്മ ഉണ്ടായാലോ അത് ബലമായിട്ട് ഊർജ്ജമായിട്ട് ശക്തിയായിട്ടും പരിവർത്തനപ്പെടും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാവങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്നത് എന്താ? ഈ രക്തം ഊറ്റിയെടുത്ത് നമ്മൾ ഒഴുക്കി ശുദ്ധീകരിക്കുന്നതാണ് അർത്ഥം. രക്തം കൊണ്ട്, കർത്താവ് രക്തം കൊണ്ട് എൻ്റെ വസ്ത്രം കഴുകി വെളുപ്പാക്കുന്നു. അതെന്തൊരു കാര്യമാണ്? കർത്താവ് രക്തം കൊണ്ട് കഴുകി വസ്ത്രം വെളുപ്പിക്കുക. അതങ്ങനെ രക്തം കൊണ്ട് വെളുപ്പിക്കുന്നത്. അപ്പോൾ രക്തം എന്ന് പറഞ്ഞാൽ വെറും രക്തമല്ലത്, ഈശോ മിശിഹായുടെ ബലിയാണ്. പാപപരിഹാര ബലിയാണ് ഈ രക്തം എന്ന് പറയുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി തന്നെ നൽകിയതാണ്. ഇതെൻ്റെ രക്തമാകുമെന്ന് പറയുമ്പോൾ ഇതെൻ്റെ ജീവനാകുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ജീവനാകും. അനേകരുടെ പാപപരിഹാരത്തിന് ഒഴുക്കപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു. ഇതെൻ്റെ ശരീരമാകുമെന്ന് പറഞ്ഞാൽ ഇത് ഞാനാകുന്നു എൻ്റെ അർത്ഥം. ഇത് ഞാനാകുന്ന എബ്രായ ഭാഷയാണ്. ഇത് ഞാനാകുന്നു. അപ്പം ഇതെൻ്റെ ശരീരമാകുമെന്ന് പറഞ്ഞാൽ ഇത് ഞാനാണ്. ഇതെൻ്റെ രക്തമാകുന്നത്, ഇത് എൻ്റെ ജീവനാണ്. ഇത് ഞാനാണ്, ഇതെൻ്റെ ജീവനാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈശോ മിശിഹാ തൻ്റെ ജീവനും രക്തം നമുക്ക് നൽകിയെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അനശ്വരത കടന്നു വരുന്നു. അപ്പം എന്നാൽ നാം പാപം ഏറ്റുപറയുന്നില്ലെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമായ പാപങ്ങൾ ക്ഷമിക്കുക. ഏറ്റുപറഞ്ഞാൽ എല്ലാ അനീതികളും നമ്മെ ശുദ്ധീകരിക്കുക. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു. അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല എന്ന് പറയുന്ന ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് ദൈവം നൽകുന്ന കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഡെഫിനിഷൻ. ഒന്ന്, അവിടുന്ന് സ്നേഹമാണ്. ദൈവം സ്നേഹമാണ് അപ്പോൾ പഠിപ്പിക്കും. അവർ രണ്ടാമത് പറയുന്നു അവിടുന്ന് അരൂപിയാണെന്ന് പഠിപ്പിക്കും. മൂന്നാമത് പറയുന്നു അവിടുന്ന് പ്രകാശമാണ്. മാമോദിസ സ്വീകരിക്കപ്പോഴാണ് ഈ പ്രകാശം കടന്നു നമ്മിലേക്ക് ജീവൻ. ഈ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്നതൊക്കെ മാമോദിസയിലെ പുതുജീവൻ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പ്രകാശത്തിൽ സഞ്ചരിക്കാൻ കഴിയണം. പാപമില്ലെന്ന് പറയുന്നവനും അവന് കൂട്ടായ്മ ഉണ്ടാകില്ല. അതുകൊണ്ട് പാപമില്ല എന്ന് പറയുന്ന ആൾക്കാർ അവർക്ക് ആരോടും ഒരു കൂട്ടായ്മ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ യേശയ്യ ഞാൻ കോട്ട് ചെയ്തു. അതിലപ്പുറം എന്താ ഒരു മറുപടി ഇരിക്കും? ഞാൻ അശുദ്ധനാണ് എന്ന് ഏറ്റു പറഞ്ഞ ആരാ? വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹത്തിന് പറയാൻ കഴിയുമെങ്കിൽ നമ്മൾ പിന്നെ എന്നതാ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യാജം പറയുന്നവരാകരുത്. അതുകൊണ്ട് സത്യവചനം നമ്മൾ ഉണ്ടാകണമെങ്കിൽ മാത്രമേ പാപബോധം ഉണ്ടാകുകയുള്ളൂ.
അപ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കും കൂട്ടായ്മ. അപ്പോൾ ഈശോയുടെ ബലിയർപ്പണമാണ് ഈ രക്തം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ ബലിയർപ്പണത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഈ രക്തത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ചലിപ്പിക്കുന്നത്. ഈശോയുടെ ബലിയർപ്പണത്തിൻ്റെ ഭാവത്തിലേക്ക് വരുന്നത് ഈശോയുടെ കൂടെ നിന്നുകൊണ്ട് ബലിയർപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ മിശിഹായുടെ രക്തത്തിൻ്റെ രക്ഷയുടെ കാര്യം പറയും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും എന്ന വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയും. അപ്പോൾ രക്ഷിക്കുന്നതിനല്ല തൻ്റെ രക്തത്താൽ നമ്മെ മോചിപ്പിച്ചു. അതുപോലെ തന്നെ അവിടുന്ന് മുദ്ര കണ്ടില്ലേ, അവിടെ ഒരു വലിയ സംഭവമുണ്ട്. ഇവിടെ കണ്ടില്ല, ഒരു സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു, അവിടുത്തെ വലതുകയിലൊരു വലിയൊരു പുസ്തകം ഇരിക്കുന്നു, അതിന് മുദ്ര പൊട്ടിക്കാൻ ആരുമില്ലാതെ ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ സ്വരം കിട്ടും, ഇല്ല ഉണ്ട്, ആരാ? 5-ാം 9-ാമത്തെ മുദ്രകൾ തുറക്കാം, നീ യോഗ്യൻ, കാരണം നീ വധിക്കപ്പെടുകയും നിൻ്റെ രക്തം കൊണ്ട് ജനതകളെ വിടുവിക്കുകയും ചെയ്തു, വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. അപ്പോൾ അറക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാടെന്നൊരു പ്രതീകം നമുക്ക് വെളിപാട് കാണാൻ പറ്റും. അതെങ്ങനെയാണ് അറക്കപ്പെട്ട് നിൽക്കാൻ പറ്റുമോ? അതാണ് അതിൻ്റെ പ്രത്യേകത. അറക്കപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവൻ നൽകിക്കൊണ്ട് നിൽക്കുന്നു. അറക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാടാണ് വെളിപാടിൽ കാണും. കാരണം ആ കുഞ്ഞാടിന് ഈ മുദ്ര പൊട്ടിക്കാൻ പറ്റും. ഇവരാണ് കുഞ്ഞാട് രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് ഏതാ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? വെളിപാടിൻ്റെ പുസ്തകം 7:14. അത് ആരാണ്? വിശുദ്ധരായ ആൾക്കാരെ കുറിച്ചാണ്. രക്തത്തിൽ നിന്ന് ഈശോ മിശിഹായുടെ പാപപരിഹാര ബലി കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് നാം നീതീകരിക്കപ്പെടുക, പാപമോചനത്തോടും അനുരഞ്ജനപ്പെടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോ മിശിഹായുടെ രക്തം അവിടുത്തെ വചനവുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. കർത്താവിൻ്റെ വചനം അവിടുത്തെ ജീവൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് യാന്ത്രികതയല്ല സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ മിശിഹ വചനം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഏറ്റുപറയുകയും തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെടുകയും. അതിൻ്റെ അവസാനത്തെ സുവിശേഷം കടന്നു വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തെ സുന്ദരമായ സംഭവം, വളരെ മനോഹരമായ സംഭവം. എപ്പോഴും സെക്കുലർ വേർഡിൽ എടുത്തു പറയുന്ന സംഭവമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയ സ്ത്രീ ദേവാലയത്തിൽ കർത്താവിൽ വലിച്ചടയ്ക്കപ്പെട്ട മാറി നിന്നുകൊണ്ട് കല്ലും കൊണ്ട് നിൽക്കാം. ആ ചിത്രം ഒന്ന് മനസ്സിൽ കണ്ടേ. നമ്മൾ എത്ര പേരെ വിരിക്കാനായിട്ട് സന്നദ്ധരാകുന്നുണ്ട്? കല്ല് നമ്മുടെ കയ്യിലിരിക്കുക, കല്ല് കയ്യിലിരിക്കുന്നുണ്ട്. കർത്താവിനാ പറയുന്നത്, നീ പാപം ചെയ്തിട്ടുണ്ടോ? നീ ഇല്ലെങ്കിൽ നീ ചെയ്തോ, പക്ഷേ നമ്മുടെ കല്ല് താഴെ പോകില്ല അന്നേരം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വിചാരിക്കണം, മറ്റുള്ള വിധിക്കാൻ നമ്മളാരുമല്ല എന്ന് പറയാൻ തെറ്റും ശരിയും വിഭജിക്കറിയേണ്ട, അതായത് ശരിയായിട്ടുള്ളതിനെ എടുത്ത് പറയേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റിയത് ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം അതല്ല. മനഃപൂർവ്വം മറ്റുള്ള വ്യക്തികളെ തേജോവധം ചെയ്യാൻ വേണ്ടി അവൻ്റെ തെറ്റിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കും. അല്ല, വിമർശനം പാടില്ല എന്നുള്ളതല്ല. അപ്പോൾ അത് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈശോ ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കിലേക്ക് അവന് ഇരുന്ന് അവരെ പഠിപ്പിച്ചു. കണ്ട ഈശോ ഒലിവുമലയിൽ 4 വളരെ കൃത്യമായിട്ട് ആ വലിയ മലമണ്ടയ്ക്ക് ജെറുസലേമിൻ്റെ ഓപ്പോസിറ്റ് ആ ഒലിവുമല. ഒലിമയുടെ മുകളിലാണ് സ്വർഗസ്നായ പിതാവിനെ പഠിപ്പിച്ച പ്രാർത്ഥിച്ച സ്ഥലം. അതിൻ്റെ മുകളിനകത്താണ് സ്വർഗാരോഹണിയാണ്. അത് താഴോട്ട് ഇറങ്ങി വരണമെങ്കിൽ 3.5 മണിക്കൂറെങ്കിലും എടുക്കും. അത് ഇറങ്ങി വന്ന് ദേവാലയത്തിൽ അതിരാവിലെ എത്തിയെന്ന്. അപ്പം ദേവാലയത്തിൽ ബന്ധപ്പെട്ട ഈശോ ജീവിച്ച പരിസ്ഥിതി അതിരാവിലെ എത്തിയപ്പോൾ ആളുകൾ ഓടിച്ചെന്നു. അപ്പം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമിച്ച പരിസരം കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവളെ കൊണ്ട് നടുവിൽ നിർത്തി അവരോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇതെങ്ങനെ ചെയ്യുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? കർത്താവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന്, വധിക്കാനുള്ള നിയമം ഇവിടെ ഇസ്രായേലിൽ ഇല്ല, അത് റോമാ പട്ടാളത്തിനേ ഉള്ളൂ. വധിക്കുക, കല്ലെറിഞ്ഞ് കൊന്നു എന്ന് പറഞ്ഞാൽ റോമൻ നിയമത്തിനെതിരായിട്ട് പോയി, സംശയമൊന്നുമില്ല. ഇനി എന്താ നീ ഒന്നും ചെയ്യേണ്ടവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിയമത്തിന് വിരുദ്ധമായിട്ട് പോയി. എതിലേ പോയാലും കർത്താവിനെ പിടിക്കാമെന്ന് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ കർത്താവിനെ കുരുക്കിൽപ്പെടുത്താനാണ്. ഇതവർ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവായിട്ട് കുനിഞ്ഞ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവരാവത്തെ ചോദിച്ചുകൊണ്ടിരുന്നാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളീ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. എന്താ കർത്താവ് കുനിഞ്ഞെഴുതിക്കൊണ്ട് അതിനെക്കൊണ്ട് എന്ത് വ്യാഖ്യാനങ്ങളും? കുനിഞ്ഞെഴുതിക്കൊണ്ടിരിക്കുക കൊണ്ടുവന്നവരുടെയൊക്കെ പാപമാണെന്ന് പറയുന്നത് അങ്ങനെ ആകണമെന്നൊന്നുമില്ല. പിന്നെ എന്താണ് കുനിഞ്ഞെഴുതിക്കൊണ്ടിരിക്കുന്നത്? കർത്താവ് ആ സമയത്ത് വാസ്തവത്തിൽ ഇവരുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൻ്റെ വ്യാപാരങ്ങളെ അളക്കുന്ന സമയമായിരുന്നു പറയുന്നത് മനസ്സിലാക്കാം. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പം മുതിർന്നവർ തുടങ്ങി എല്ലാവരും ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന സ്ത്രീയും മാത്രം അവശേഷിച്ചു. യേശു നിവർന്നവരോട് ചോദിച്ചു, സ്ത്രീയെ അവരെവിടെ?
ആണ് കർത്താവ് ചോദ്യം. എന്നെ വധിക്കാൻ വന്നവർ എവിടെ? ആരും നിന്നെ വധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാൻ നിന്നെ വധിക്കുന്നില്ല, നീ പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. കർത്താവ് പറഞ്ഞത് അവസാനം പറഞ്ഞാൽ ഇതാണ് കരുണ. പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. കാരണം ഈശോ ജീവൻ്റെ ജലമാണ്, അതുപോലെ ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെല്ലാം പറഞ്ഞ് വന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണിത്. എന്നിട്ട് അവസാനം ഈശോ കരുണയാണ്, സ്നേഹമാണ്, പാപമോചനമാണ് കാര്യം പഠിപ്പിക്കുക നമ്മളെ. ഇത്ര നല്ല ഒരു ദൈവത്തിൻ്റെ മക്കൾ നിലയിൽ നമ്മൾ പിന്നെ എന്തിനാ പേടിക്കാനിരിക്കും? നമ്മൾ എന്തിനാ ഭയപ്പെടാനിരിക്കുന്നത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അലസ്യഭാഗപ്പെട്ട് നടക്കേണ്ട കാര്യം എന്തിനായിരിക്കും? നമ്മൾ പലപ്പോഴും ശൂന്യതാബോധം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നതിനാണ് നിലവിളിക്കുന്നത്. ആരുമില്ലേ എന്ന്. ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ മറ്റു മനുഷ്യനെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ പറ്റില്ല. നിനക്കുള്ളവൻ ഈശോയാണ്. അവിടുന്ന് ഉണ്ട് ഉള്ളിൽ. അവിടുന്ന് നിൻ്റെ വഞ്ചി തന്നെയുണ്ട്. നീ മാടി വിളിക്കണം, കൊട്ടി വിളിക്കണം, എഴുന്നേൽപ്പിക്കണം. കർത്താവ് എഴുന്നേറ്റ് പറഞ്ഞ കൈകൾ നീട്ടിയാൽ നിൻ്റെ പ്രശ്നം തീർന്നു, കടൽ ശാന്തമായി. അപ്പം നമ്മൾ ഇതുപോലെ ഒരു നല്ല ദൈവത്തിന് നോക്കാം. പണ്ട് ചോദിച്ചില്ലേ, ഇതുപോലൊരു ജനത എവിടെയാണ് ഉള്ളതെന്ന്? ഇതുപോലെ ദൈവം അടുത്ത് വസിക്കുന്ന ഒരു ശ്രേഷ്ഠ ജനത വേറെ എവിടെയാണ് ഉള്ളതെന്ന് മോശ ചോദിച്ചില്ലേ? മോശ അന്ന് അത്രയും ചോദിച്ചെങ്കിൽ അന്നത്തേക്കാൾ ചോദിച്ചു. നമുക്ക് ഇത് കൃത്യമായിട്ട് ദൈവ വെളിപാടിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന നമുക്ക് ഈശോ ഇറങ്ങി വന്നതിന് ശേഷം നമ്മുടെ മുമ്പിൽ അവിടുന്ന് ഉത്ഥാനം ചെയ്ത് സന്നിഹിതനായിരിക്കും അവസരം നമുക്ക് ആരുടെ പറയാൻ പാടില്ലാത്ത ഇതുപോലൊരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓടിക്കൂടുന്ന കർത്താവിൻ്റെ പക്കലേക്ക്. നമ്മൾ സുവിശേഷം പ്രസംഗിച്ചാലും പ്രസംഗിച്ചില്ലെങ്കിലും ശരി, കർത്താവ് സുവിശേഷം ലോകം മുഴുവൻ പോകും. കർത്താവ് സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളുണ്ടാകും. നമ്മൾ മനഃപൂർവ്വം ഇതൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ കാര്യം നോക്കി നടന്നാണല്ലോ നമ്മുടെ ജീവിതം പോക്കാണെന്നുള്ളതുള്ളൂ. കർത്താവ് സുവിശേഷം എല്ലായിടത്തും ചെല്ലുകയും ആളുകൾ കേൾക്കുകയും ഈശോയിലേക്ക് ആൾ അടുക്കുകയും ചെയ്യും. അഹമഹയെ അടുക്കുന്ന കണ്ടില്ലേ? എല്ലാ തലങ്ങളിലും ഒരിക്കലും ചിന്തിക്കാത്ത തലത്തിൽ നിന്നും ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊല്ലുന്ന, കണ്ടിച്ച് കളയുന്ന, വെടിവെച്ച് കൊല്ലുന്ന ആ എല്ലാ ഇറാൻ്റെ സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈശോയുടെ പിന്നാലെ പോകുന്നു കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് തുറക്കേണ്ടതല്ലേ? ഈ ഈശോ ആരാകുന്നു എന്ന്, ആ ഈശോ എവിടെയാകുന്നുവെന്ന്, ഈശോയെ എന്ന് വിളിക്കുന്ന ആ ഒരു വിളി എത്ര ഹൃദയങ്ങളിൽ നിന്നാണ് സമാധാനം ഉണ്ടാകുന്നതെന്ന്, എത്ര പേരാ അർത്ഥവിരുദ്ധമായ സാഹചര്യം. ഒരു ചലഞ്ചും ഇല്ലാത്ത നമുക്ക് ഇതൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല, എല്ലാവരോടും പറയാൻ പറ്റില്ല. നമുക്കിവിടെ ചലഞ്ചിരിക്കും. നമ്മൾ ഈശോയെ പ്രസംഗിച്ച് നമ്മളാരും കഴുത്ത് കണ്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈ സ്വാതന്ത്ര്യം തന്നു വിട്ടിട്ട് പോലും നമുക്ക് പറയാൻ മടി. എന്തുകൊണ്ടാണ്? ഈശോ ആണ് ജീവിക്കുന്ന ദൈവം എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വേണ്ടേ? നോമ്പ് കാലത്തെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ആ സ്ത്രീ ഗൂഢാലോചന ഫലമായിട്ടാണ് കർത്താവിനെ പിടിക്കാമെന്ന് വിചാരിച്ചത്. വധശിക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ പോയിക്കൊള്ളുക, സമാധാനത്തിൽ പോയിക്കൊള്ളുക. അതായത് കർത്താവ് നിയമത്തിന് വഴിമാറി കരുണയിലേക്ക് വരിക. നിയമം കരുണയ്ക്ക് വഴിമാറി നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ മേലിൽ പാവം ചെയ്തത് എന്നെഴുതിക്കൊണ്ട് ഇരിക്കുക. മനോഹരമായ സുന്ദരഭാഗം. അതുകൊണ്ട് അവിടുന്ന് പൂഴിയിലെ പേരെഴുതിക്കൊണ്ട്, പൂഴി പേരെഴുതി എന്ന് പറഞ്ഞാൽ അത് ജെറമ്യ പ്രവാചകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങിൽ നിന്ന് പിന്തിരിയുവാൻ പൂഴിയിലെഴുതിയ പേര് പോലെ അവർ അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രവചനമാണ്. അങ്ങനെയൊന്നും ഈശോ അവിടെ എഴുതിയെന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് തന്നെ ന്യായമായി മനുഷ്യന്മാർ ചിന്തിക്കാവുന്ന ഇതാണ്. അവിടുന്ന് ശാന്തമായി ഇവരുടെ ഹൃദയങ്ങളെ അളക്കുന്നതിന് സമയമെടുക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാം. അതുകൊണ്ട് അത് പറഞ്ഞ കള്ളസാക്ഷി അവിടെ എഴുതുമെന്നായിരുന്നില്ല ചില പറയുന്ന പോലെ. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള സമയം കട്ടണം എടുത്തുകൊണ്ട് സന്ദേശം ഇതാണ്: നീ സമാധാനത്തിൽ പോവുക. അത് നമ്മളെ തന്നെ നിർത്തിക്കൊണ്ട്, അതുപോലെ മറ്റ് പല ആൾക്കാരെയും എന്തുകൊണ്ടാണ് ഒരുപാട് പാവനികളും ആൾക്കാർ ഈശോയ്ക്ക് എടുക്കുന്നത്? അവിടെ സമീപത്ത് ചെയ്യുന്ന ഈ കരുണാർദ്രനെ അവതരിപ്പിക്കാൻ ആൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കരുണാർദ്രനായി കർത്താവിനെ അവതരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അവർ ചെന്ന് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഈശോയെ അവർ സ്വീകരിക്കും. അപ്പോൾ സമരയാക്കാരുടെ അടുത്ത് ഇല്ലാതിൽ ആൾക്കാർ പറഞ്ഞാൽ ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഈശോ വിശ്വസിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമുക്കിന്ന് വിചിന്തനോട് അവസാനിപ്പിക്കുകയാണ്. പാതി നോമ്പിൻ്റെ ആ ഞായറാഴ്ചയിൽ നമ്മുടെ ഹൃദയം കർത്താവിന് കൂടുതൽ അടുക്കാനും ഈ പറഞ്ഞതുപോലെ വളരെ നമ്മുടെ ജീവിതത്തിലെ ആ ഖായൻ്റെ മനോഭാവത്തിൽ മനസ്താപമില്ലാത്ത, സ്വയം നീതീകരിക്കുന്ന, സ്വയം ന്യായം വരുത്തുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് താൻ നീതിമാനിരിക്കുന്ന ആ രീതിയിലേക്ക് പോകാതെ ദാവീദിനെ പോലെ ഒളിച്ചോട് സാഹചര്യത്തിൽ പോലും ക്ഷമിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കാനും അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിങ്ങൾ കർത്താവിൻ്റെ പ്രകാശമാണെന്ന് മനസ്സിലാക്കി ആ പ്രകാശഭൂമിയിൽ പ്രകാശിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പാവനിയായ സ്ത്രീയെ ആശീർവദിക്കുന്ന കർത്താവ് നമ്മളെയും കൈനീട്ടി ആശീർവദിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ ആശീർവാദത്തിന് മുമ്പിൽ നമുക്ക് തലകുനിക്കാം. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.